ഹായ് ഗായ്സ്, എല്ലാവർക്കും ഓൾഡ് സ്കൂൾ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു അപ്ഡേറ്റഡ് കണ്ടന്റ് ആണ് അല്ലേ? ഇവിടെ നടക്കുന്ന സാമകാലിക പ്രസക്തിയുള്ള അതെ ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു സാധനം, യൂട്യൂബ് ട്രെൻഡിലുള്ള ഒരു സാധനം. എന്താണത്? കഴിഞ്ഞ മാസം റിലീസ് ചെയ്ത സിനിമകൾ. വിഷു റിലീസ് പടങ്ങളെ കുറിച്ചാണ് ഗൈസ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എല്ലാവരും എക്സൈറ്റഡ് ആണ്. ഇത് കേട്ടപ്പോൾ തന്നെ അവർക്ക് നമ്മൾ വിഷു റിലീസിന് നമ്മൾക്ക് ഒരു സിനിമ മാത്രമേ നമുക്ക് പരാമർശിക്കാൻ പറ്റുള്ളൂ. അതില് ഒരു സിനിമ, ബാക്കി 3 സിനിമകൾ കിടക്കുകയാണ്. മലയാളത്തിൽ 2 സിനിമകൾ. അപ്പോഴേ ബാക്കി നമുക്ക് പരാമർശിക്കാനും പറ്റിയില്ല. ഒരുപാട് പേര് റിവ്യൂ വേണം, റിവ്യൂ ഇതിന് ജിംഖാന്റെ റിവ്യൂ ഇടല്ലേ, ഒരുപാട് പേര് ചോദിച്ചു. കമന്റിൽ കണ്ടു കാണൂല, പക്ഷെ അത് ഇൻബോക്സിലാണ് വന്നത്. ഇൻബോക്സിൽ അതുകൊണ്ട് കണ്ടില്ലല്ലേ? കമന്റ് വന്നില്ലേ? ഇല്ല, കമന്റിൽ അധികം വന്നു. അപ്പൊ ഇൻബോക്സിലാണ് തെറി മാത്രം. ഇൻബോക്സിൽ കുറച്ച് വന്നായിരുന്നു. നിങ്ങൾ കേട്ടില്ലല്ലോ ബസൂക്കൊന്നും. അന്ന് മുങ്ങി, മനഃപൂർവ്വം മുങ്ങി. ഇതല്ല ഗൈസ്, എനിക്കൊന്ന് ടൈഫോയിഡ് ആയിരുന്നു. അപ്പൊ ഇന്ന് നമ്മള് ജിംഖാന, അതുപോലെ തന്നെ മരണമാസ്, പിന്നെ ഇടയ്ക്ക് ബസൂക്കയും കൂടെ ഒന്ന് പരാമർശിച്ചു പോകാൻ. ഈ 3 സിനിമ വിഷു റിലീസ് ആയിട്ടുള്ള ഈ 3 പടങ്ങൾ ഒന്ന് താരതമ്യപ്പെടുത്തി നമുക്ക് ഇതൊരു റിവ്യൂ മാത്രമായിരിക്കില്ല, ഇതൊരു പോഡ്കാസ്റ്റ് ആയിരിക്കും. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയും. അപ്പോഴിത് കാണാത്തവരുണ്ടെങ്കിൽ, ഈ സിനിമകൾ കാണാത്തവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. കാര്യം എല്ലാരും സ്കിപ്പ് ചെയ്തിട്ട് പോകരുത്. ചിലപ്പോ അങ്ങനെ ഒരുപാട് സ്പോയിലർ ഒന്നും വരൂല, എന്നാലും സ്പോയിലർ വെച്ചിട്ട് നമുക്ക് ചട്ടക്കൂടിലിടണ്ട. സംസാരിക്കേണ്ടത് സംസാരിക്കാം. പിന്നെ ഈ ജിംഖാനയൊന്നും സ്പോയിലർ പറഞ്ഞെന്നും പറഞ്ഞ അവർക്ക് സിനിമ ആസ്വാദന നിലവാരം പോകൂലെന്ന് തോന്നുന്നു അല്ലേ? ആസ്വാദന നിലവാരം പോവില്ല, പക്ഷേ സ്പോയിലർ പറഞ്ഞു പോകും. ഒന്ന് മരണമാസിലും സ്പോയിലർ ആയിട്ടൊന്നും സംഭവമില്ല. എന്നാലും നിങ്ങൾ സിനിമ കണ്ടിട്ട് മാത്രം ഇത് കാണുക, അല്ല സ്പോയിലർ എന്തെങ്കിലും കാണും. അത് സ്പോയിലർ എന്ന് പറയാൻ അങ്ങനത്തെ ഒരു ട്വിസ്റ്റ് ഉള്ള ഒരു സാധനം ഉള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും ബസൂക്കയെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ബാക്കിയുള്ള പടങ്ങളെ കുറിച്ച് പറയാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ജിംഖാനയെന്ന് തന്നെ തുടങ്ങാല്ലേ? വിഷുവില് ഏറ്റവും കൂടുതൽ ആൾക്കാര് പ്രതീക്ഷയോട് കൂടി പോയി കാണാൻ, നമ്മൾ ആദ്യം കാണാൻ വിചാരിച്ച സാധനമായിരുന്നു. ശ്രീകാന്തിന്റെ ഇടപെടൽ മൂലം നമുക്കത് കാണാൻ പറ്റില്ല. ശ്രീകാന്തിന്റെ അതുകൊണ്ട് ഒരു ലാലേട്ടൻ ഫാൻ അപ്പോ ഇല്ല. ഇതാണ് എന്റെ അവസരം, എല്ലാരും മറ്റേ സ്പൈഡർ സിനിമയില് മറ്റേ SK സൂര്യയില് നമ്മള് മമ്മൂട്ടി ഫാൻസ് ഇങ്ങനെ ഇരിക്കുമ്പോ തൊലി കുത്തിയിരിക്കുമ്പോഴേ അത് സത്യം കൂവൽ കേക്കട്ടെ, കൂവലുന്ന കയ്യടി ഉണ്ടായിരുന്നു. നീ ശ്രദ്ധിക്കാത്തോണ്ടാണ്. അപ്പോ നമുക്ക് ജിംഖാനയിലേക്ക് തുടങ്ങാം. ജിംഖാന എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ജിംഖാന സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. സൂപ്പർ, ഞാൻ നല്ലോണം എൻജോയ് ചെയ്തു. ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു. പറഞ്ഞത് ഫുള്ളി നല്ല, ഒരുപാട് ചിരിക്കാനും ഉണ്ടായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ തീരമ്പം ഇത് ഇത്രയേ ഉള്ളോ, തീർന്നു പോയോ, കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിലോ എന്ന് വെച്ചാൽ അത്ര രസം. ആ ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്തു. ഒരു ഫിനിഷിംഗ് ഇല്ല, ഫിനിഷിംഗ് എന്നല്ല, ഒരു അബ്രപ്റ്റ്ലി എൻഡ് ചെയ്ത പോലെ തോന്നി. അതെനിക്ക് തോന്നിയില്ല. എന്നാലും കുറച്ചും കൂടെ കാണാൻ തീർന്നപ്പോ അയ്യോ ഇത് തീർന്ന, ഇതെന്ത് ഇങ്ങനെ നടത്തിയത് എന്നങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അല്ല, എനിക്കും ആ സെയിം ഫീൽ ഉണ്ടായിരുന്നു. പടം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ് എൻഡ് ആയ പോലെ തോന്നി. ഞാൻ കുറച്ചുകൂടി പ്രതീക്ഷിച്ചു. നല്ല രസമായിരുന്നു ഉള്ള സമയത്ത്. അത് നല്ലോണം ഉണ്ട്. ഇത് സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഈ പടം അവര് ചെയ്തിട്ടില്ല. സാധാരണ പോലെ ആൾക്കാരെ പറ്റിച്ചിട്ടില്ല. ഈ സെക്കൻഡ് പാർട്ട് കുത്തിക്കയറ്റി ആൾക്കാരെ അവസാനം ക്ലൈമാക്സിന് പഞ്ച് കിട്ടാൻ വേണ്ടി, ആ സിനിമ ഇത് കിട്ടാൻ വേണ്ടി കുറെ എണ്ണം സെക്കൻഡ് പാർട്ടിന് ഇടും. അതേപോലെ ചെയ്തിട്ടില്ല. എൻജോയ് ചെയ്തപ്പം അയ്യോ ഇതെന്ത് ഇങ്ങനെ നിർത്തിയത് എന്ന് എനിക്ക് തോന്നിയായിരുന്നു. അത് പക്ഷെ ഇതൊരു ചെറിയ സിനിമയാണ്, അവരുടെ ഒരു ലൈഫിൽ നടന്ന ഒരു ഇൻസിഡന്റ്. ഇതൊരു സ്പോർട്സ് സിനിമയാണ്. പക്ഷെ സാധാരണ സ്പോർട്സ് സിനിമയെക്കാട്ടി എന്ന് വെച്ചാൽ വ്യത്യസ്തമായിട്ട് നമ്മള് അടുത്ത എന്താണെന്ന് പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ എല്ലാം പൊളിക്കും. മനസ്സിലായി? സാധാരണ എന്താണ് സിനിമ, സ്പോർട്സ്, നമ്മൾ ചക്ക ഇന്ത്യയിലും ദങ്കലിലൊക്കെ കാണുന്ന ഒരു സ്പോർട്സ് ഡ്രാമ അല്ലല്ലോ. ഇതില് മൊത്തത്തില് അതിനെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. ഉണ്ട്, അതിലൊരു കോമഡിയും അതിന്റെ സ്ക്രിപ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ വലിയൊരു ഗംഭീര സ്ക്രിപ്റ്റ് ഒന്നുമല്ല. പക്ഷെ വൺസ് അഗൈൻ ഖാലിദ് റഹ്മാൻ പ്രൂവ്ഡ്
ഈസ് എ ഗ്രേറ്റ് ഡയറക്ടർ എന്നുള്ളത് നല്ല മേക്കിംഗ് പറയാതിരിക്കാൻ പറ്റില്ല. ആൾക്കാരെ ഹുക്ക് ചെയ്ത് ഇരുത്താൻ അറിയാം. നമ്മൾ അതിനോട് അങ്ങ് ആ ഫൈറ്റ് സീൻസ് ഒക്കെ കാണണം, അത് എക്സലന്റ് ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങനെ വേറെ മലയാള സിനിമയിലൊന്നും ഇങ്ങനത്തെ ഷൂട്ടിംഗ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. നമുക്ക് അതിലൊരു മഞ്ഞ തലമുഴി ഹെയർ കളർ ചെയ്ത് ഹെയർ കളർ ചെയ്ത് അവ ഇതിനു മുന്നേ ഒരു പടത്തിലുണ്ടായിരുന്നല്ലോ, ഏതായിരുന്നു? തണ്ണീർമത്തൻ. അവന്റെ കൂട്ടുകാരനായിട്ടുള്ളത്. ആ പയ്യന്റെ ഫൈറ്റ് ഒക്കെ നമുക്ക് കാണുമ്പോഴും നമുക്ക് ലാസ്റ്റ് ആവുമ്പോൾ ഇമോഷൻ ആവും. ഇമോഷണലി അവൻ ജയിക്കുന്ന ആ ഒരു സമയത്തൊക്കെ നമുക്കൊരു ഭയങ്കര ഒരു സംഭവം. അത് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നസ്ലിന് കിട്ടുന്ന ഇടിയുടെ ഇമ്പാക്ട് അതൊക്കെ ഏതാണ്ട് നമുക്ക് കിട്ടുന്നത് പോലെ തന്നെ. അത് ഇപ്പൊ ചെറിയൊരു സ്ക്രിപ്റ്റ് ആണെങ്കിലും മേക്കിങ്ങിലാണ് കാര്യം എന്നുള്ളത് പുള്ളി ഒന്നുകൂടെ പ്രൂവ് ചെയ്തു. ആ പെങ്കോച്ചിന്റെ ഇതും കൊള്ളാം, നല്ല രസമുണ്ട്, ഒരു സ്വാഗുണ്ട്. ആ കൊച്ചു ബോക്സർ ആണെന്ന് തോന്നുന്നു അല്ലേ? ട്രെയിൻ ചെയ്യിപ്പിച്ചാണ്, ഇതിനുവേണ്ടി ട്രെയിൻ ചെയ്യിപ്പിച്ചു. അത് നല്ല രസമുണ്ടായിരുന്നു. മൊത്തത്തില് മേക്കിംഗ് തന്നെ അതിന്റെ ഒരു ഇത്. പിന്നെ കുറെ കോമഡിയും ഉണ്ട്. എന്ന് വെച്ചാൽ ഭയങ്കര വലിയ പൊട്ടിച്ചിരി സാധനം, പക്ഷെ പഠിച്ചിട്ട് നല്ല നമ്മൾ എൻജോയ് ചെയ്യും ആ സാധനം. ഒരിടത്ത് നമുക്ക് ബോറിംഗ് ആയിട്ട് തോന്നൂല ആ പടത്തില്. എനിക്ക് പക്ഷേ കോമഡി ചെറുതായിട്ട് ബോറിംഗ് ആയിട്ട് തോന്നി. ബോറിംഗ് അല്ല എന്ന് പറഞ്ഞാൽ ഒരു എന്താ നമുക്ക് പെട്ടെന്നൊരു പോസ്റ്റ് പോലെ തോന്നി. എനിക്ക് ഓക്കെ ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ചിലപ്പോ നമ്മൾ പ്രായമായോണ്ടായിരിക്കും, നമ്മളെക്കാളും ഞാൻ യങ്ങായോണ്ടായിരിക്കും എനിക്കത്. എനിക്ക് തോന്നുന്നു ശ്രീകാന്ത് അതിൽ നസ്ലിനെ പോലെയൊക്കെയാണ് മറ്റേ പെമ്പിളടുത്തൊക്കെ സംസാരിക്കുന്നത്. വേറെ അറിയൂ അല്ല, സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇറങ്ങണ മലയാള സിനിമ സാധാരണ ഇറങ്ങണ ഒരു സിനിമയുടെ ഒരു റൂട്ടല്ല, മൊത്തത്തിൽ വ്യത്യാസവും അതിന്റെ നരേറ്റീവും പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇത് ഇനി എങ്ങനെ ക്ലൈമാക്സിൽ ഇവര് ചെയ്യിപ്പിക്കും, ഇനി വേറെ കഥയുണ്ടാ, ഈ ഇവന്റ് മാത്രമേ ഉള്ളതാണെന്ന് വിചാരിക്കും. എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻ മാത്രമാണ് കാണിക്കുന്നത് മൊത്തത്തിൽ. ഇതെങ്ങനെ ഇവര് ഇനി അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവർ തോറ്റിട്ട് മറ്റേ ഗോത പോലെ അവസാനം സെക്കൻഡ് വരുമോ? ഇതെങ്ങനെ ഈ സിനിമയുടെ ഒരു പാറ്റേൺ വെച്ചിട്ട് അങ്ങനെ ആലോചിച്ചു. കാരണം അങ്ങനെ, പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് മൊത്തത്തില് വേറെ ഉൾട്ട. അത്രേ ഉള്ളൂ. അതാണ് നമുക്കും തോന്നും. കാര്യം യൂഷ്വലി നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഹീറോസിന്റെ സൈഡ് ഉണ്ടല്ലോ, അവര് വീണ്ടും ഉയർത്തെഴുന്നേക്കും, അല്ലെങ്കിൽ അവരായിരിക്കും ഒരു ഭയങ്കര അപ്പർ ഹാൻഡ്സ് ഉണ്ടാവും പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഹീറോയിസം ഇടി ആയിരിക്കും എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനത്തെ ഹീറോയിസം ഇടിയില്ല, ഒരു റിയൽ ലൈഫിൽ അങ്ങനെ നടക്കും. പക്ഷെ എനിക്ക് ഒരെണ്ണം ഇതായിട്ട് ഭയങ്കര അബ്രപ്റ്റ് ആയിട്ട് തോന്നിയത് ആ ഗണപതിയുടെ ഫൈറ്റില് ലാസ്റ്റ് അത് നിർത്തിയിട്ട് പോയ നമുക്കൊരു നിരാശയായി. അതില് ഗിവ് അപ്പ് ചെയ്യാൻ മാത്രമുള്ള ഒരു സ്ട്രോങ് റീസൺ ഉള്ളതുപോലെ തോന്നിയില്ല. ഇത് സംഭവം ഇവര് പറഞ്ഞിട്ടുണ്ട്. ഇവര് ചെറുപ്പത്തില് ഇങ്ങനെ ആലപ്പുഴയാണോ എറണാകുളത്താണെന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ ബോക്സിങ്ങിന് പോയി പഠിച്ച് ട്രെയിൻ ചെയ്യാൻ പോയി. എന്നിട്ട് അവരങ്ങനെ അവരുടെ ലൈഫിൽ നിന്ന് എടുത്ത കഥയാണ്, ഡിസ്ട്രിക്ട് കോമ്പറ്റീഷൻ പോയി. അങ്ങനത്തെ ഒരു സംഭവമാണ് അവർ പറഞ്ഞിട്ടുണ്ട്. ഇൻസിഡൻസ് ഉണ്ടായിരിക്കാം. അല്ല, പുള്ളി അതിന് ഗണപതി അതിന് എക്സ്പ്ലനേഷൻ പറയുന്നുണ്ടല്ലോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും കൂടെ ഒരു പ്രശ്നം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ച് അവന്മാരിത്തിരി സ്ട്രോങ് ആണ്, എറണാകുളത്താണ്. അപ്പോഴേ അങ്ങനെയാണ് ഇറങ്ങിയെന്നാണ് പറയുന്നത്. അത് നമുക്ക് ആ ഒരു ഇമ്പാക്ട് അത് നമുക്ക് വിശ്വസനീയം പോലെ തോന്നി. നമുക്ക് പെട്ടെന്ന് അത് എടുക്കാൻ പറ്റും തോന്നുന്നുണ്ട്. പക്ഷെ റിയൽ ലൈഫിൽ ചിലപ്പോൾ ഇങ്ങനത്തെ സംഭവ സിറ്റുവേഷൻസിൽ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്തിട്ട് പോകും ചിലപ്പോ. പിന്നെ അതിന് ആക്ടിങ്ങിന്റെ സംഭവം നോക്കുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ നസ്ലിന് ഫുൾ ഓൺ നസ്ലിൻ അല്ല, എല്ലാവരും ഫോക്കസ് എല്ലാവരും ഈക്വൽ ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് പോണം. എനിക്ക് തോന്നുന്നു ആദ്യത്തെ മാർക്കറ്റിംഗ് മാത്രം നസ്ലിൻ എന്നുള്ള. പക്ഷെ ആ പോസ്റ്ററൊക്കെ കാണുമ്പോഴും നമ്മൾ കുറെ വിചാരിക്കും എന്തൊക്കെയോ സംഭവിക്കും, അല്ലെങ്കിൽ മറ്റേ ഇങ്ങനെ അവര് പോസ്റ്ററൊക്കെ അങ്ങനെയല്ലേ ബിൽഡ് ചെയ്തില്ല. നമ്മള് സിനിമ കാണുമ്പോ ഇത് മറ്റേ അണ്ടർ ഡോഗ് ആയിട്ടുള്ള പോലെ മറ്റേ സർപ്പെട്ട പരമ്പര അങ്ങനെ വിചാരിക്കണം. അങ്ങനത്തെ പോസ്റ്ററൊക്കെ അല്ലേ ഇട്ടിരുന്നത്. പിന്നെ നസ്ലിനും മറ്റേ ബോക്സിങ്ങിന് ഇരിക്കുന്ന സാധനമൊക്കെ ഇട്ടപ്പോ ഞാൻ വിചാരിച്ചു ശരി. അല്ല, ആദ്യം അവന്റെ ഒരു POV-ലാണ് തുടങ്ങുന്നത് പടം. അതേ തന്നെയാണ് നസ്ലിന്റെ POV തന്നെയാണ് പോണം. പക്ഷേ ഒരു എന്ന് വെച്ചാൽ ഒരു നായകൻ ഇപ്പൊ ഒരു സ്റ്റാർട്ടത്തിൽ ഇരിക്കുന്ന ഒരാള് ഇങ്ങനെയൊക്കെ പടം ചെയ്യണതന്നെ സത്യം പറഞ്ഞ നല്ല വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു കഥ വെച്ചിട്ട് ഇതിൽ എത്ര എനിക്ക് വലിയ ഇതില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ റിജക്ട് ചെയ്യാം. പക്ഷെ അവര് ഒരു നല്ലൊരു സിനിമയെ വേണ്ടി ഇത് ചെയ്ത്. കാരണം അതില് ഒരു ബോക്സിംഗില് അങ്ങനെ ചിന്തിക്കണം. അവർക്ക് ബോക്സിംഗിൽ ജയിക്കണത് വേറൊരാളാണ്, ജയിക്കണം നല്ല ഹീറോ ആ പയ്യനാണ്. പിന്നെ കുറച്ചും കൂടെ അടി ഉള്ളത് ആ പയ്യനാണ് അല്ലേ. അതെ, നസ്ലിൻ അത്ര നല്ല ഫൈറ്റ് ചെയ്തത് തോന്നൂല, നമുക്ക് അങ്ങനെ കാണുമ്പോ തോന്നൂല.
നല്ല പെട്ടെന്ന് കീഴടക്കും. അതെ, നല്ല ഫൈറ്റ് ആയിട്ട് തോന്നണ ഇവന്റെ തന്നെയാണ്, ആ പയ്യന്റെ മറ്റേ ചെറുത് എന്ന് പറഞ്ഞ ആ പയ്യന്റെ തന്നെയാണ് തോന്നുന്നത്. പക്ഷെ ഓവറോൾ നമുക്ക് എല്ലാവർക്കും എന്താ പറയാ നല്ല എന്റർടൈനിങ് Entertaining ആണ്. അല്ല, ഈ 3 പടങ്ങൾ ഇറങ്ങിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആലപ്പുഴ തന്നെ. ആലപ്പുഴയാണ്. ഒരെണ്ണത്തിൽ ഇത് തന്നെയാണ് 3 വെച്ച് നോക്കുകയാണെങ്കിൽ ഫാർ ബെറ്റർ ആയിട്ട് തോന്നിയില്ല. എന്ന് വെച്ചാൽ അതിനെ കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തോന്നി. കുറച്ച് ലീഡ് കൂടുതൽ ആലപ്പുഴയ്ക്കാണ്. അല്ല, ഈ ഒരു സ്റ്റോറിയേക്കാൾ കൂടുതൽ ഒരു മേക്കിങ്ങിന് കുറച്ചുകൂടെ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് ഈ സിനിമയെ കൂടെ മനസ്സിലാവും. അല്ല, ആലപ്പുഴ ജിംഖാന ഇനി സെക്കൻഡ് വരാൻ ചാൻസ് ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അങ്ങനെയാണ് എനിക്ക് തോന്നിയത് അത് എൻഡ് ചെയ്തപ്പോ. ചിലപ്പോ വരാം. വലിയൊരു വിജയമായിരുന്നെങ്കിൽ വരാൻ ചാൻസ് ഇല്ലേ? ചാൻസ് ഉണ്ട്. എനിക്ക് അങ്ങനെ നടത്തിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി ബാക്കി നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തത്? എനിക്ക് അങ്ങനെ സെക്കൻഡ് എന്നുള്ളൊരു ഓപ്ഷൻ ആയിട്ട് തോന്നിയില്ല. ചിലപ്പോ വരാം. ഇപ്പൊ ഖാലിദ് റഹ്മാന്റെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അങ്ങനെ ഡിഫറെന്റ് ജോണർ തപ്പിപ്പിടിച്ച് ചെയ്യുന്ന ഒരു ആളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഇനി ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് മറ്റേ അത് തന്നെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല അല്ലേ? ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ടായിരിക്കും നമുക്കൊക്കെ അങ്ങനെ തോന്നിയെന്ന് തോന്നുന്നത്. ഇപ്പൊ തോന്നുന്നു തല്ലുമാല എടുത്തിട്ടുണ്ട്, അതേപോലെ അനുരാഗ് കരിക്കും വെള്ളം, രണ്ടും എന്റെ ഡിഫറെന്റ് ജോണറാണ്. എനിക്ക് തോന്നുന്നു 4 പടങ്ങൾ എടുത്തിട്ടുണ്ട്. അതും എല്ലാം ഡിഫറെന്റ് ആണ്, നല്ല പടങ്ങളുമാണ്. എനിക്ക് തോന്നുന്നില്ല സെക്കൻഡ് പാർട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുമെന്ന് തോന്നണല്ലേ? ഓക്കെ, ആന്റണി പെരുമ്പാവൂരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പറയിപ്പിച്ചേനെ. രണ്ടാമത് ഫ്രാഞ്ചൈസ് കാണോ ജിംഖാന സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ്? പുള്ളി അത് മറ്റേ ലൂസിഫറിന്റെ സമയത്ത് കയറിയപ്പോഴത്തേക്ക് സെക്കൻഡ് പറഞ്ഞോ, സെക്കൻഡ് ഇറങ്ങിയില്ല അതിന് മുന്നേ. ഓക്കെ. അപ്പൊ ജിംഖാന കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കണ്ടത് മരണമാസാണ്. മരണമാസ് എങ്ങനെ ഉണ്ടായിരുന്നു? മരണമാസ് ഞാൻ എൻജോയ് ചെയ്ത്, ഒരു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തെന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു മൂഡിലിരുന്ന് കാണണം. ഒരു എന്താന്ന് പറയാ, ഒരു ലോജിക്കിനെ കുറിച്ച് ലോജിക്കിനെ പറ്റി ഒന്ന് ആലോചിച്ചിട്ട് ഒരു ഫൺ മൂഡിൽ എന്താണ് അവർ കാണിക്കുന്നത് അതങ്ങ് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ഒരു വാർത്താ ചാനലുണ്ട്, വാർത്താ ചാനലില് അവിടെ ചർച്ചയ്ക്ക് വേണ്ടി ഇരിക്കുന്ന എക്സ് സീരിയൽ കില്ലർ, അങ്ങനെയാണ് അവർ വെച്ചിരിക്കുന്നത്. അപ്പോഴ ആ ഒരു കാർട്ടൂൺ എന്താന്ന് പറയണ ഒരു എന്തും അവർക്ക് ചെയ്യാന്നുള്ള ചെയ്യുന്ന രീതിയിലല്ലേ സർക്കാസ്റ്റിക് സാധനമാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ഒരു മറ്റേ നമ്മളെ ഈ കോമഡികൾ പോലെയൊക്കെ സാധനങ്ങളൊക്കെ അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. അതുണ്ട്. പക്ഷെ എങ്കിലും ഞാൻ എൻജോയ് ചെയ്തു കേട്ടോ. ഞാൻ കുറെ ചിരിച്ചു. എന്ന് കഴിഞ്ഞാൽ ബേസിലിന് തന്നെ ഓരോ സമയം ഓരോന്നിട്ട് കൊടുക്കുമല്ലോ, ഓരോ പേരിട്ട് കൊടുക്കും, സൂപ്പർ സ്റ്റാർ എന്നും പറഞ്ഞിട്ട്. പക്ഷെ അത് ആദ്യമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട് അവസാനം ക്ലൈമാക്സിലും കൊണ്ടുവന്നു. ബേസിൽ വരുമ്പോ സ്ക്രീനിൽ ഇങ്ങനെ എഴുതി കാണിക്കും ബാലൻസിങ് സൂപ്പർ സ്റ്റാർ, സാഡ് സൂപ്പർ സ്റ്റാർ, ആംഗ്രി സൂപ്പർ സ്റ്റാർ. അങ്ങനെ അത് ചില സമയത്ത് ഇങ്ങനെ ആരോഗ്യമായിട്ട് തോന്നും. കാരണം ഇത് മറ്റേ കൺവിൻസിങ് സ്റ്റാർ എന്നൊക്കെ പറയും പോലെ അങ്ങനത്തെ ഒരു കൺവിൻസിങ് സ്റ്റാറിനെ തന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം ഒരു സാധനം പോലെ, ഒരു മീം പോലെ. വാട്സാപ്പ് അല്ല, ഇൻസ്റ്റാഗ്രാം. ശരി, ഇപ്പോഴത്തെ റീൽ എക്കോണമി. അല്ല, ഫസ്റ്റ് തന്നെ മറ്റേ പുള്ളിയെ കാണിക്കും, നമ്മളുടെ മെയിൻ ആളുണ്ടല്ലോ, മരിക്കുന്ന ആള്. അപ്പൊ അങ്ങനെ ആദ്യം തന്നെ അത് ചോദിക്കും, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റും ഇതിലെങ്കിലും. കൊള്ളാം. അപ്പൊ അപ്പോഴേ മനസ്സിലാവും പടത്തിന്റെ മൂഡ് ഇതാണ് എന്നുള്ള സാധനം. മൊത്തത്തിലൊരു ഡീസന്റ് വാച്ചാണ്, നല്ലൊരു ഫൺ വാച്ചാണ്. പിന്നെ കുറെ എലമെന്റ് നമ്മളെ നാഗചൈതന്യ ചേച്ചിയൊക്കെ കൊണ്ടുവന്നു. അപ്പോഴ് അതും കൂടെ ആകുമ്പോൾ നമുക്ക് സാധാരണ നമ്മള് ഓൺലൈനൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയകളാണ്. അപ്പോഴേ അങ്ങനെയാണ് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഇവരെന്താ ഇവരെ യഥാർത്ഥമായിട്ട് വിളിക്കുന്നു അങ്ങനത്തെ അല്ലേ? അവരുണ്ടായിരിക്കുമെന്ന് ഞാൻ അവരെ കാണിച്ചില്ല, ഫോട്ടോ കാണിക്കും മാത്രമേ കാണിച്ചുള്ളൂ. പിന്നെ അവരുടെ ഇത് വോയിസ് മാത്രമേ. പക്ഷെ ഇതിപ്പോ സിജു സണ്ണിയുടെ സ്ക്രിപ്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പുള്ളി ഈ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര നല്ലപോലെ ആക്റ്റീവ് ആണെന്ന് തോന്നുന്നു. അതിൽ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ വൈറലായി കണ്ടിട്ടുള്ള പല സാധനങ്ങളും ഇതിൽ കോമഡി ആയിട്ട് വന്നിട്ടുണ്ട്. മീം എക്കോണമി ഇതിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് നാഗചൈതന്യയുടെ സംഭവം ഇഷ്ടപ്പെട്ടു കേട്ടോ. അവരുടെ വോയിസ് കോൾ അവസാനമൊക്കെ ആയപ്പോ കുറച്ച് കൂടിപ്പോയി. അല്ല, അതാ ഈ സിനിമയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എല്ലാം കുറച്ച് കൂടി. തുടക്കത്തില് നമുക്ക് നല്ല രസമാണ്. ഈ അവസാനം എത്തുമ്പോഴേ കുറച്ചങ്ങോട്ട് വലിച്ച് കുറച്ച് റബ്ബർ വലിച്ചിട്ടാണ്. നാഗചൈതന്യയും സുരേഷ് കൃഷ്ണയും തമ്മിലുള്ള ഒരു സംസാരം ഉണ്ടല്ലോ, പുള്ളി ഇങ്ങനെ വലിയ മസിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഐ ലവ് യു എന്നൊക്കെ പറയുമ്പോ ഒരു കണ്ടിരുന്നാലും ഒരു രസമുണ്ട്.
പിന്നെ കിടിലം പെർഫോമൻസ് വില്ലന്റെ ആടാ പുള്ളിയുടെ പേരെന്തുവായിരുന്നു? രാജേഷ് മാധവ്. രണ്ടാമത് നോക്കിയത് ഫോണില് നോക്കി പേരൊക്കെ പഠിച്ചിട്ട് തെറ്റിച്ചു മനസ്സ്. രാജേഷ് മാധവ് സൂപ്പർ ആയിരുന്നു അല്ലേ? പുള്ളിക്കാരന്റെ നല്ല പെർഫോമൻസ്. എനിക്ക് ആ പടം കുറെ എലിവേറ്റ് ചെയ്തത് അതാണ്. അതെ. ആ പടം പുള്ളിയുടെ മാനറിസവും പുള്ളിയുടെ മാനറിസവും നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും പുള്ളി ഒന്ന് ചെയ്തു എന്നാ മതിയെന്ന് തോന്നുന്നില്ല. സമ്മതിക്കണില്ല പുള്ളിയെ കൊണ്ട്. എടാ എനിക്ക് അതുപോലെ തോന്നിയത് അങ്ങേരെയാണടാ, ആ വൃദ്ധനില്ലേ, അങ്ങേര് നമ്മൾ പ്രതീക്ഷിക്കൂല ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണെന്ന്. ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനെ കൊണ്ട് ഇരുത്തിയിട്ട് അതിലൊരു വൃദ്ധനെ കാണിക്കും. അങ്ങേരുടെ കുറച്ച് ചെയ്ത്തുകളുണ്ട്. ഫസ്റ്റ് ഇത് കേൾക്കുമ്പോൾ മോൻ പറയണൊക്കെ നമുക്ക് ഒരുമാതിരി തോന്നും, ഷോക്കിങ്. എന്നിട്ട് അടുത്ത സീനിൽ തന്നെ വേറെ അല്ല ഒരു ബസ് സീന് കാണുമ്പോണ്ടല്ലോ വച്ച് ഇടിച്ചു എന്ന് തോന്നും. നമുക്ക് ദേഷ്യം വരും. അങ്ങേര് നല്ലോണം ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് തോന്നണം ആ ഒരു ദേഷ്യം. പിന്നെ ബാബു ആന്റണി ഉണ്ട്, മിക്ക സിനിമയിലും ഉണ്ട്. ഉണ്ട്. പക്ഷെ എല്ലാത്തിലും ഒരു കോമഡി ക്യാരക്ടറായി വരികയാണ്. ബാബു ആന്റണി ഇതിൽ കൊള്ളാം. ആ ഒരു തെറാപ്പിസ്റ്റിന്റെ അടുത്തൊക്കെ പോയി സംസാരിക്കുമ്പോൾ ഒരു അത് കൊള്ളാം, നല്ല രസമുണ്ടായിരുന്നു. മൊത്തത്തില് നമുക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട കാര്യം പറഞ്ഞില്ല. ബേസിലിനെ കൊണ്ട് ഈ സാധനം ചെയ്യാൻ പറ്റുള്ളൂ. എന്റെ ഇതില് വേറെ ആര് ചെയ്താലും ഇതിന്റെ റേഞ്ച് പോകും. ഒന്നി ഭയങ്കര എക്സ്ട്രീം. ഇത് കാര്യം ഇത് തന്നെ നൂലിന്മേലുള്ള ഒരു കളിയാണ്. ഇത് കുറച്ചും കൂടി അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഭയങ്കര ചളിയായി പോകും. നമുക്ക് ബേസിലായോണ്ടാണെന്ന് തോന്നുന്നത്. ഒരു ഫേസ് നമ്മൾ കാണുമ്പോ ഓക്കെ എന്തെങ്കിലും കോമഡി ആയിരിക്കും നമുക്കൊരു ചിന്ത വരും. അല്ല പക്ഷേ ഈ ഇൻട്രൊഡക്ഷൻ സീനില് ബേസിലിന്റെ ഇൻട്രൊഡക്ഷൻ സീനിൽ തന്നെ എനിക്ക് ഭയങ്കര മാസായിട്ട് തോന്നി. എനിക്ക് ഭയങ്കര മാസാണെങ്കിൽ പോലും നല്ല രസം ഉണ്ടായിരുന്നു. പുള്ളിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ നല്ല സ്വാഗ് ഉണ്ട്, ഒരു ഓറ ഉണ്ടായിരുന്നു. അത് സമ്മതിച്ചു കൊടുക്കണം. മൊത്തത്തിൽ ഞാൻ കുറച്ചൊക്കെ ചിരിച്ചല്ലോ, അവിടെ കുറെയൊക്കെ ചിരിച്ചു. ആദ്യം ഇങ്ങനെ ആലോചിച്ച് എങ്ങോട്ട് പോകണം, പിന്നെ വിചാരിച്ചാ ഇനിയിപ്പോ സിനിമയുടെ അങ്ങ് പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ കുറെ ചെയ്തു, ഞാൻ കുറെ ചിരിച്ചു. എൻജോയബിൾ ആയിരുന്നു ആ സിനിമ. നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ ഒരു ഡാർക്ക് കോമഡി അങ്ങനെയൊക്കെ രീതിയിൽ തന്നെ കണ്ടുകൊണ്ട് എല്ലാം എല്ലാം കണക്ട് ചെയ്ത രീതിയും അവര് പട്ടിയെ ഉൾപ്പെടുത്തിയ രീതിയും എല്ലാം കൂടെ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നി. അല്ലേ, പാളിയൊന്നും പോവാതെ ഇതിൽ പാളി പോകാൻ ചാൻസ് ഉള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, എല്ലാം കൂടെ ഒന്നിപ്പിക്കാൻ. അതൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മേക്കിംഗ് നല്ലതാണ്. നല്ല അല്ലേ, മേക്കിംഗ് നല്ലതാണ്. ആ കഥ പറഞ്ഞു പോണ ഫ്ലോയും കൊള്ളാം. അതെ. അപ്പൊ നമ്മൾ ഈ ഒരു വിഷു അവസരത്തിൽ കണ്ട 3 പടങ്ങൾ ബസൂക്ക, ആലപ്പുഴ ജിംഖാന, മരണമാസില് നിങ്ങൾക്ക് ഇപ്പം റാങ്ക് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഏതിന് കൊടുക്കുക? ഭയങ്കര എളുപ്പമാണ്. ഫസ്റ്റ് നമ്മൾ ജിംഖാനയാണ്, പിന്നെ മരണമാസ്, പിന്നെ മൂന്നാമതേ നമുക്ക് ബസൂക്ക. വേറെ ഏതെങ്കിലും പടം ഉണ്ടായാൽ അതിനും കൂടെ കൊടുത്തിട്ട് ബസൂക്കയ്ക്ക് കൊടുക്കുക. കാരണം 2 പടവും നമ്മള് എനിക്ക് അറിഞ്ഞൂടെ ഭൂരിഭാഗം പേര് എൻജോയ് ചെയ്ത പടമാണ് അല്ലേ. മരണമാസം എൻജോയ് ചെയ്തല്ലോ. ചിലപ്പോൾ മരണമാസം ചിലർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. മരണമാസം ഇപ്പം ജിംഖാന പോലെ മരണമാസം ചിലവർക്ക് മിക്സഡ് അഭിപ്രായങ്ങളൊക്കെ വരും. പക്ഷെ നമ്മളെല്ലാരും എൻജോയ് ചെയ്തെന്നാണ് പറയുന്നത്. എൻജോയ് എന്ന് വെച്ചാൽ മരണമാസം ഞാൻ അത്രയ്ക്കൊന്നും എൻജോയ് ചെയ്തിട്ടില്ല കേട്ടാ. ഒരു എന്ന് വെച്ചാൽ കൂതറായിട്ട് തോന്നിയിട്ടില്ല. നമുക്ക് ഇരുന്ന് കാണാൻ പറ്റില്ല, ഇറങ്ങി ഓടണമെന്നില്ല, അങ്ങനെ തോന്നിയിട്ടില്ല. ഒരു ആവറേജ് സാധനം. അല്ല, ഈ ജിംഖാനയും ഒരു ടീനേജ് മൂവിയാണ്. ടീനേജ് മൂവിയാണ്. അതിപ്പം പെട്ടെന്ന് എല്ലാം ദഹിക്കണമെന്നില്ല, അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റൂല. ജിംഖാനയുടെ കാര്യത്തിലും എനിക്ക് അങ്ങനെ ഭയങ്കര സംഭവമായിട്ട് വന്നില്ല, ഒരു എബോവ് ആവറേജ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ടീനേജ് മൂവിയാണ്, എനിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്റെ എങ്ങനെയുണ്ട്, ഞാൻ പറഞ്ഞു കൊള്ളാടെ നീ മസ്റ്റ് വാച്ച് ആണെന്ന് പറഞ്ഞു. എനിക്ക് അത്ര പിടിച്ചില്ല. അതാണ് എന്തായാലും മിക്സഡ് ഒപ്പീനിയൻ തന്നെ 2 പടത്തിനും. പിന്നെ അതിൽ മറ്റൊരു എന്തൊരു കിസ്സിന്റെ സാധനമൊക്കെ പറയും. ഇത്രയും കിസ് ഒന്നും ഞാൻ എനിക്ക് പറഞ്ഞൂടാ. എനിക്ക് ബട്ടർഫ്ലൈ ഒന്നും എനിക്ക് ബട്ടർഫ്ലൈ കഴിച്ചില്ലായിരിക്കോടാ. പിന്നെ എന്തൊക്കെയോ അറിയാലോ, അതറിയാം. ബട്ടർഫ്ലൈ എന്ന് ഞാൻ കേട്ടിട്ടില്ല. ബട്ടർഫ്ലൈ എനിക്ക് ഏഞ്ചൽ. പിന്നെ എനിക്കൊരു സംശയം, ഈ നസ്ലിൻ ഇല്ലേ, ജിംഖാനയിൽ നസ്ലിന് എന്താണ് 3 ഗേൾ ഫ്രണ്ട് ഉണ്ടോ അതോ 3 ഫ്രണ്ടാണോ? ടീനേജ് മൂവികളുടെ ഒരു ഇതാണ്. ബെസ്റ്റി, ഗേൾ ഫ്രണ്ട്, അങ്ങനെ പല പല. അപ്പൊ ഈ ബെസ്റ്റിയുടെ അടുത്ത് ഗേൾ ഫ്രണ്ടിന്റെ കാര്യം വേണോ ഈ പറഞ്ഞുകൂടെ? പുള്ളി അത് ആ ഒരു മറ്റേ ഇത്തിരി
കണക്ഷൻ ഉള്ള കുട്ടിയുണ്ടല്ലോ, നല്ല ഫ്രണ്ട്സ് ആയിട്ട് നമുക്ക് തോന്നണം. അവര് നല്ല ഫ്രണ്ടാണ്. പക്ഷെ അവരെടുത്തും ഇതൊന്ന് മറച്ചു വെക്കും പോലെ തോന്നുന്നു. അത് മറച്ചു വെക്കാനാണെന്ന് തോന്നില്ല. ചിലപ്പോ പുള്ളിക്കാരന് ഇപ്പൊ അവിടെ പറയാൻ തോന്നി കാണൂല. ഇപ്പൊ ചിലരിടത്ത് ഇപ്പം നമ്മളെ ബെസ്റ്റ് ആയിരിക്കും, പക്ഷെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണമെന്നില്ലല്ലോ. ഇല്ല, ചില കാര്യങ്ങൾ ചിലടത്ത് പറയണം. അവർക്ക് ഒരു സ്പാർക്ക് ഉള്ള പോലെ തോന്നിയില്ലേ? ഫ്രണ്ടിനുള്ള പോലെ തോന്നി. ഇതിൽ നസ്ലിനൊരു കോഴി ക്യാരക്ടർ പോലെയാണ് കാണിച്ചിരിക്കുന്നത്. കാണുന്ന എല്ലാ പെൺപിള്ളേർക്കും പോയി ഇങ്ങനെ ഫ്ലർട്ട് ചെയ്യുന്ന രീതിയിലുള്ള അല്ലേ? അപ്പൊ അങ്ങനെ കുറച്ച് ഇതുണ്ട്. നായകന്മാരുടെ എണ്ണം കൂടുതലാണ്. അവരുമായിട്ടുള്ള കണക്ഷൻ എന്തെന്ന് കറക്റ്റ് ആയിട്ട് അറിഞ്ഞൂടാ. പുള്ളി ഒരു ഫ്ലർട്ട് ആയിട്ട് രീതിയിൽ കുറച്ച് കാണിച്ചിട്ട് അതൊരു ടീനേജ് സമയത്തുള്ള സാധനങ്ങൾ അത്രേ ഉള്ളൂ. നമുക്ക് എല്ലാവരോടും ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ ബന്ധം ഇവിടെ കമന്റ് ചെയ്യുക. 3 നായികമാരിൽ ഇത് ഒരാള് ഫ്രണ്ട് മാത്രമാണോ അതോ 3 പേരെടുത്തും ഇതുണ്ടോ, ലവ് ഉണ്ടോ എന്ന് നിങ്ങൾ എഴുതി അറിയിക്കാം. അങ്ങനെ പേരെന്തോന്നടാ മറ്റേ സംവിധായകൻ TG മോഹൻദാസ്. അതല്ല, വേറൊരു സംവിധായകൻ ഉണ്ടല്ലോ. ഓ മറന്നു, പോട്ട് മറന്നുപോയ നന്നായി. ഇത് അല്ല, എനിക്ക് തോന്നുന്നത് ഈ ഒരു ഇപ്പോഴത്തെ ആ ഒരു സമയത്ത് ഏജ് ഗ്രൂപ്പിലൊക്കെ എല്ലാരും, ആ സമയത്തല്ല മിക്കപ്പോഴും എല്ലാരും ഈ കാണുമ്പം ഒരാളുടെ കാണുമ്പോ അട്രാക്ഷൻ തോന്നും, അങ്ങനത്തെ രീതിയിൽ ഇൻഫാറ്റുവേഷൻ ഉള്ളത്. പിന്നെ നസ്ലിന്റെ ക്യാരക്ടറിന് കുറച്ചുകൂടി ധൈര്യം ഉള്ളതുകൊണ്ട് നേരിട്ട് പോയി പറയും. നമ്മളാണെങ്കിൽ ചിലപ്പോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ഇങ്ങനെ ഇരിക്കും, ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയുമായിരിക്കും ആ കുട്ടി എനിക്കുള്ളത്, അതെ നീ നോക്കരുത്, അങ്ങനെയൊക്കെ പറയും പണ്ട് നമ്മള് പറയാം നമ്മളുടെ സമയത്ത്. ഇനി നമുക്ക് അധികം അമാന്തിക്കാതെ അടുത്ത പടത്തിലോട്ട് പോകാം, ബസൂക്ക. പക്ഷെ ബസൂക്കയെ കുറിച്ച് ഞാനൊന്നും മിണ്ടൂല, ഇനി വിനു വേണം പറയാം. അതുപോലെ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടി ഫാൻസ് അല്ല, ചുമ്മയാണെന്നാണ്. ഇവൻ കറകളഞ്ഞ മമ്മൂട്ടി ഫാനാണ്, മമ്മൂട്ടി ഫാനാണ്, ഇവന്റെ അത്ര ഇല്ലെങ്കിലും ആണ്. പണ്ട് നല്ല സിനിമകൾ ഇറങ്ങും മമ്മൂട്ടി ഫാൻ ആവും. അപ്പം ബസൂക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് മുന്നേ നമുക്ക് ഫുഡ് കൊണ്ടുവന്ന് നമ്മളിവിടെ ഇരിക്കുന്ന സ്ഥലം ഏതാണ്? എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഓൾഡ് സ്കൂൾ ബോയ്സിന്റെ ഒരു അവിഭാജ്യ സ്പേസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പോയിരിക്കുന്നത്. അതെ, നിങ്ങൾ ഇതുവഴി പോവുകയാണെങ്കിൽ ഇവിടെ വരിക, നല്ല നല്ല ഫുഡ് ഉണ്ട്, നല്ല നല്ല ഡ്രിങ്ക്സ് ഉണ്ട്, മൊയ്റ്റോസ്, കോക്ടെയിൽ എല്ലാം കഴിക്കാം, ചില്ല് ചെയ്യാം. അപ്പോ ബസൂക്കയെ കുറിച്ച്, ബസൂക്കയുടെ സാധനം പറയുകയാണെങ്കിൽ അതിന് മുന്നേ കമന്റ്സ് സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഞാനൊക്കെ പണ്ട് വിചാരിച്ചെന്ന് വെച്ചാൽ മോഹൻലാൽ ഫാൻസ് ആയിരിക്കും ഇച്ചിരി ടോക്സിസിറ്റി ഒക്കെ കൂടുതൽ, ഫാൻസ് ഇച്ചിരി കടുപ്പമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ അടുത്ത ഇടയ്ക്കുള്ള എല്ലാ സിനിമകളും അത്യാവശ്യം നല്ല സിനിമകളുമാണ്. അവര് കുറച്ചൊന്ന് അക്സെപ്റ്റ് ചെയ്യാനൊരു മോശമാണെങ്കിൽ മോശമാണെന്ന് അക്സെപ്റ്റ് ചെയ്യണം നിങ്ങൾ. അല്ലാതെ നിങ്ങൾ ഈ കമന്റിൽ വന്നിട്ട് ഇങ്ങനെ നിങ്ങള് എന്താണ് ഫാൻ അല്ലേ അതുകൊണ്ടല്ലേ ഇങ്ങനെ പറഞ്ഞ് ചീത്ത ഫാൻസ് മാത്രമായിട്ടും അല്ലടാ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എനിക്ക് മോഹൻലാലിനെയാണ് കൂടുതൽ ഇഷ്ടം എന്നും പറഞ്ഞ് മോഹൻലാൽ ഒരു പട്ടിപ്പടം എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യും, വിമർശിക്കും. ഇല്ല, നമ്മളത് പറയും, നിങ്ങൾ എങ്കിലേ ആള് വളരുള്ളൂ. അല്ലാതെ ഒരാൾ ഫ്ലോപ്പ് എല്ലാം എടുത്ത് കിടിലോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? അല്ല, കൂതർ പടം എടുത്ത് നമുക്ക് കാണാൻ ആഗ്രഹമില്ലല്ലോ. അങ്ങനെ അത്രയും ഫാൻ അല്ല. കാരണം എന്ന് വെച്ചാ എന്ത് പടവും കണ്ട് ആസ്വദിക്കാൻ പറ്റണ ഒരു ടൈപ്പ് ഫാനല്ല. അല്ല, അതാരുമല്ല. എനിക്ക് തോന്നുന്നു പൊതുവെ മലയാളികള് അങ്ങനെ ക്വാളിറ്റി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഇഷ്ടപ്പെടുന്ന എന്ന് വെച്ചാൽ ഏത് ഒരു ഭയങ്കര ഒരു ബാങ്കബിൾ ആക്ടർ എന്ന് പറയാൻ വേണ്ടി, എന്ന് വെച്ചാൽ ഇയാളെ വെച്ച് എടുത്തു കഴിഞ്ഞാൽ ഉറപ്പ് ഹിറ്റ് എന്ന് പറയാൻ വേണ്ടി ഒരു ആക്ടർ മലയാളത്തിലില്ല. ഇപ്പം തമിഴിലാണെങ്കിൽ വിജയും അല്ലു അർജുനും ഒക്കെ ഉണ്ട്. എങ്ങനെ എടുത്താലും അവർക്ക് തമിഴിലല്ല അല്ലു അർജുനും ബാങ്കബിൾ ആക്ടറാണ്. കാരണം എടുത്ത ഗ്യാരണ്ടിയാണ് തിരിച്ചാ പൈസ കിട്ടും. ഇങ്ങനെ ബാങ്കബിൾ എന്ന് വിചാരിച്ച് പണ്ട് കുറെ പടങ്ങൾ ഇറക്കിയിട്ടുണ്ട്, മമ്മൂക്കി ലാലേട്ടനൊക്കെ ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ ഫ്ലോപ്പായി, 8 നില പൊട്ടിയാണ്. ഈ സിനിമ കുറിച്ച് ബസൂക്കയെ കുറിച്ച് പറയുമ്പോൾ ബസൂക്ക എനിക്ക് ഇച്ചിരി അൺസൈക്കബിൾ ആയിരുന്നു. എന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു സാധനം ബോറിംഗ് ആണ്. ആ ഒരു വണ്ടിയിലിരുന്ന് പോയി സംസാരിക്കുന്ന സാധനങ്ങൾ അതൊക്കെ ബോറിംഗ് ആണെങ്കിൽ എനിക്ക് അവസാനത്തെ ഭാഗം ഈ ലാസ്റ്റ് 20 മിനിറ്റ് ഫാൻസിന് ആഘോഷിക്കാനുള്ളതെന്നൊക്കെ പറഞ്ഞ് എനിക്കത് മനസ്സിലാവുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നേരം പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്.
അപ്പൊ കുറച്ചൊന്ന് വ്യത്യാസം വന്നിട്ട് കൂട്ടത്തിൽ ആൾക്കാരൊന്ന് ഭേദം. ഉണരും. ആ കൂട്ടത്തിൽ ഭേദം എന്ന് പറയുന്നത്. പക്ഷെ അത് എനിക്ക് അപ്പോഴും നിനക്ക് ആദ്യത്തേക്കാൾ അല്ല ആദ്യത്തത് ലാസ്റ്റ് കാണിച്ചത് കാണുമ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ നമ്മുടെ നഖത്തിന്റെ ഇടയിൽ ഒരു ഇങ്ങനെ ഒരു തരിപ്പ് കയറല്ല, ഈ ക്രിഞ്ചല്ല, ഈ ഇങ്ങനെ വലിച്ചു കീറുമെന്ന് തോന്നല്ല, ഇങ്ങനെ എന്താ പറയാ വിസ്മയത്തുമ്പത്തിൽ ഇങ്ങനെ എനക്കൊന്ന് തള്ളക്കി വിളി ഉറപ്പ്. സത്യമായിട്ട് എനിക്ക് അങ്ങനെ തോന്നി. നിനക്കില്ല, നിങ്ങൾക്ക് ലാസ്റ്റ് ആ പുള്ളി ഇക്ക കാണിക്കുന്ന ആ ഒരു മാനറിസംസും ചിലപ്പോ ഇനി കാണുമ്പോ തോന്നൂടാ ചിലപ്പോ. എടാ എനിക്കത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഫസ്റ്റ് ഷോ ഒരു ഇതുമല്ലാതെ അവസാനം ഈ ഫസ്റ്റ് ഷോ അവസാനം ഈ സാധനം വന്നപ്പോ അവിടെ ഭയങ്കര കയ്യടിയായിരുന്നു. അതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും. നീ നിനക്ക് എങ്ങനെ? അല്ല ഞാൻ പോയി കണ്ട സമയത്ത് അവിടെ അങ്ങനെ എല്ലാരും ഷോക്കിലായിരുന്നു. അല്ലല്ല, ഈ സംഭവം ഉണ്ട്, ഞാൻ പറഞ്ഞോണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയി ഫസ്റ്റ് ഷോ ആയിരുന്നു. മമ്മൂട്ടി ഫാൻസ് കുറച്ച് പേരുണ്ട്. മമ്മൂട്ടിയെ വരുമ്പോഴത്തേക്കൊക്കെ ഭയങ്കര കയ്യടിയായിരുന്നു. പിന്നെ അതിനുശേഷം ഈ ഫൈനലിൽ തന്നെ ഈ പുള്ളി ചിലങ്കയൊക്കെ ഇട്ടുകൊണ്ട് വരൂലേ, അതിലൊക്കെ വൻ സീൻ. അപ്പൊ ഞാൻ ചോദിച്ചു ഇത്രയൊക്കെ ഉണ്ടോ? എനിക്കത് തോന്നല്ല. ചിലപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ചിലപ്പോൾ എനിക്ക് ആ ഒരു ആരാധന കുറവായതുകൊണ്ട് ആയിരിക്കാം ഇത് വരാത്ത. പക്ഷെ ബാക്കിയുള്ളവർക്ക് വരുമെന്ന് തോന്നി. അല്ല എനിക്കാണെങ്കിൽ ഫസ്റ്റ് ഇപ്പൊ ആ ഒരു ട്വിസ്റ്റ് സീനാണ്. ആ സീനിൽ ആദ്യം ചിലങ്ക ഇട്ട് വരുന്ന സാധനം കണ്ടപ്പോ തന്നെ എനിക്ക് എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അടിച്ചു, എന്താ ഒരു സംഭവം. പിന്നീട് പുള്ളി മറ്റേ ഒരു ഓരോന്ന് സംസാരം കേട്ടപ്പോ പോയി, പകുതി ജീവൻ പോയി. പിന്നെ ഒരു മാക് ഗെയിമർ ആണെന്ന് കാണിക്കാനുള്ള ഒരു കൈയും കാലും കൊച്ചുങ്ങൾ കൈയും കാലും അടിക്കുന്ന കാണിക്കാനുണ്ടല്ലോ ആ സാധനമൊക്കെ. അയ്യോ, പിന്നെ അതിൽ കുറച്ച് ഡ്രസ്സൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് പുള്ളി. അത് ലുക്കൊക്കെ ഉണ്ട്, സ്റ്റൈലിഷ് ആണ്, പടം സ്റ്റൈലിഷ് ആണ്. പക്ഷെ എനിക്ക് ആ ഇത് എന്തോ പറ്റണല്ലോ, അക്സെപ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതൊരു ഗ്രേറ്റ് ആക്ടിങ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഗ്രേറ്റ് ആക്ടിങ്ങിന്റെ ഒന്നും ഇല്ല അതിൽ. അങ്ങനെ ഒരു ആക്ടിങ് ചെയ്യാനുള്ള സാധനം ഇല്ല. കുറച്ചുപേര് കമ്പയർ ചെയ്തിട്ടുണ്ട്. അത് ഈ ബ്രഹ്മയുഗത്തിലെ മറ്റേ ബ്രഹ്മയോഗം നമ്മൾ ചെയ്തിട്ടുണ്ട്, കിടിലോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല ചിലർ അങ്ങനെ കമ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കണ്ടപ്പോ ഞാൻ ഇത് എങ്ങനെ ഇവർക്ക് ഇങ്ങനെ പറയാൻ തോന്നിയെന്നാണ് ഞാൻ. പക്ഷെ അങ്ങനെ ഒരു സാധനം തിയേറ്ററിലും ഇല്ലായിരുന്നു. ഈ ബ്രഹ്മയുഗം മറ്റേ ഇക്കേരെ താണ്ഡവം, അഭിനയ താണ്ഡവം, അങ്ങനത്തെ രീതിയിലൊന്നും ഇല്ല. ഞാൻ പറഞ്ഞുതരാം. ആ ഒരു ടൈം വരെ, അവസാനത്തെ ക്ലൈമാക്സിന്റെ ആ ഒരു ട്വിസ്റ്റ് വരെ നമ്മള് ഇരുന്ന് അവിടെ ഇങ്ങനെ ഇരുന്നോണ്ടിരിക്കണം. ഇത് എപ്പ തീരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ ഒരു ടൈം. എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്ന് തീരുന്നു, അപ്പൊ ഒരു ട്വിസ്റ്റ്. ഇത് ഇതെങ്കിലും ഉണ്ടായല്ലോ. പക്ഷെ അതിനാണ് അവര് പറയുന്നത് 20 മിനിറ്റ് മാത്രം മതി, ക്യാഷ് മുതലാണെന്നാണ് പറയുന്നത്. ക്യാഷ് മുതലാണ്. അങ്ങനെ എനിക്ക് തോന്നിയില്ല. അത് ട്വിസ്റ്റ് കൊണ്ടുവന്നത് ഓക്കെ, അത് നല്ലതായിരുന്നു. ട്വിസ്റ്റ് ആ ഒരു കോൺസെപ്റ്റും ആ ഒരു അത് കൊള്ളാം, ട്വിസ്റ്റ് നല്ലതാണ്. പക്ഷെ പുള്ളിയെ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. ബ്രഹ്മയുഗം ആരെങ്കിലും പറഞ്ഞു നല്ലതായിട്ട് ചെയ്തെന്ന് പറഞ്ഞു ഇങ്ങനെ തോന്നുള്ളൂ. കാരണം സിനിമ കൊള്ളൂലടാ. സിനിമ ആദ്യമേ കൂതറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോഴേ അവസാനം ഇപ്പൊ മമ്മൂട്ടി ബ്രഹ്മയുഗം പോലെ അങ്ങനത്തെ ഇതിൽ മറ്റേ പര്യായക പ്രവേശനം ചെയ്തെന്ന് വെച്ചോ, എന്നാലും മോശമായിരിക്കും. കാരണം നമുക്ക് എഫക്ട് ചെയ്യൂല. അല്ല, ഇതില് ഞാൻ കഴിഞ്ഞാലും പറഞ്ഞാണ്, ഒരു വെടി സീനുണ്ട്. ഒരു തമിഴ് വില്ലനെയൊക്കെ ഒരു ഗുണ്ടയെ കാണിച്ചിട്ട് ഒരു വെടി സീൻ അറിയാമോ? ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇന്റർവെല്ലിന്റെ സമയത്ത്. പക്ഷെ അതിൽ ആലോചിച്ചിട്ട് യവന്മാരിൽ കുറെ തോക്കുണ്ട്. നമ്മൾ ഈ തമിഴ് സിനിമയിലെ മസാല സിനിമയിലെ കാണൂലേ, ഒരിടത്ത് നിന്ന് തന്നെ വെടിവെക്കും, അങ്ങോട്ട് മാറിയൊന്നുമില്ല. അതുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ബസ്സിലുള്ളവർക്കൊന്നും ഒരു പ്രശ്നമില്ല, ഭാവം വ്യത്യാസം തന്നെ കിടന്നോ. ബസ്സിൽ ഇത്രയും വലിയ വെടി കിടക്കും. വെടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10,000 റൗണ്ട് വെടി വെച്ചിട്ടുണ്ട് എല്ലാരും കൂടി ചേർന്നിട്ട്. എന്നിട്ട് 5 മിനിറ്റ് ബസ്സിൽ കയറുമ്പോഴത്തേക്കും ബസ്സിൽ പുറകിൽ എല്ലാരും ബസ്സിന്റെ ഫ്രണ്ടിൽ പോലീസുകാർ നിൽപ്പുണ്ട്. അവരെ പോലും ഒന്നും കാണിച്ചിട്ടില്ല. പോലീസുകാർക്കൊന്നും ഒരു ഇതുമില്ല, മൈൻഡ് ഇല്ല. ഗുഡ് വർക്ക്. ഞാൻ പ്രധാനമന്ത്രിക്ക് അയക്കുന്നുണ്ട്, ലെറ്റർ അയക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് എന്തൊക്കെയാ അത് ലോജിക്കലി കുറച്ച് പ്രശ്നങ്ങളുണ്ട്. മൊത്തത്തിൽ ഈ സിനിമ മൊത്തത്തിൽ ഒരു മിസ്കാസ്റ്റ് ആണ്. മമ്മൂട്ടി ഉൾപ്പെടെ മിസ്കാസ്റ്റ് ആണ്. മമ്മൂട്ടി എന്തൊക്കെ പറഞ്ഞാലും ഇതില് ഫിറ്റിനല്ല. പിന്നെ പ്രായത്തിന് വെച്ചുള്ള ഇതില് സത്യം പറഞ്ഞാൽ മമ്മൂട്ടി സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ലാത്തൊരിതാണ്. കാരണം ഇത് നമ്മൾക്ക് കേൾക്കുമ്പോഴേ ഇപ്പം ഗൗതം മേനോനെയൊക്കെ ഡാന്ന് വിളിക്കും, പുള്ളി ഇങ്ങോട്ട് ഡാന്ന് വിളിക്കും, മറ്റേ ഹക്കീം ബ്രോ എന്ന് വിളിക്കും. അതൊക്കെ നമുക്ക് കേൾക്കുമ്പോഴൊരു ഒരുമാതിരിയാണ്. അത് ചിലപ്പം പ്രായം കുറയ്ക്കാൻ വേണ്ടി വിളിക്കണായിരിക്കും. അതന്നെ, അതിന്റെ ആവശ്യമുണ്ടോ?
കാര്യം പ്രായം കുറച്ച് കാണിക്കും. ഇപ്പൊ അതിലെത്രയായിരിക്കും പുള്ളിയെ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഒരു 50 സത്യം പറഞ്ഞ ഒരു 60, ഒരു 56 പ്ലേ ചെയ്യണ്ടേ എന്ന് വെച്ചാൽ കൂട്ടത്തിൽ നിന്നിട്ട് എങ്ങായിട്ടുള്ളവരെ എന്നൊക്കെ വിളിക്കുമ്പോഴും നമുക്ക് എന്തോ പോലെ ഒരു തോന്നും. അത് എനിക്ക് ഫീൽ ചെയ്തു. എനിക്കങ്ങനെ ഏജിന്റെ സംഭവം ആയിട്ട് തോന്നിയില്ല. പക്ഷെ എനിക്ക് എപ്പോഴും മനസ്സിലിരിക്കണ ആ ലാസ്റ്റ് 20 മിനിറ്റ് സീനാണ്. അതെന്താണെന്ന് അറിഞ്ഞൂടാ. അതെനിക്ക് മനസ്സിലാവുന്നില്ല. അത് ദാസൻ പറഞ്ഞ പോലെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഗ്രൂപ്പിന്റെ ഞാൻ പറഞ്ഞുതരാം, ഇതില് നൂബ് എന്നൊക്കെ പറയുമ്പോഴേ അത് മമ്മൂട്ടിയാണ് പറയുന്നത്. മമ്മൂട്ടിയെ വെച്ചിട്ട് ഒരു ഗെയിമിങ്, ഒരു നൂബ്, അങ്ങനത്തെ ഒരു ഇത്, മറ്റേ ഗെയിമർ, അങ്ങനെയൊക്കെ എനിക്ക് സങ്കല്പിക്കാൻ പറ്റും. എനിക്ക് ഗെയിമർ വണ്ടർഫുൾ, മറ്റേ ഹക്കീമിനെ കാട്ടി നല്ല ഗെയിമർ, അങ്ങനെ ഒരു മറ്റേ കമ്പ്യൂട്ടർ ഗെയിമാണ് കളിക്കുന്നതെന്ന്, അങ്ങനെ ഒരു ഇത് മറ്റേ എക്സ്പെരിമെന്റിലൊക്കെ തന്നെ. പക്ഷെ മൊത്തത്തിൽ നമുക്ക് ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി പോയി. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും വാഗ്ദാനങ്ങളോ ഒന്നും തന്നിട്ടില്ല, ഒന്നും പ്രൊമോട്ട് ചെയ്തിട്ടില്ല, അതൊന്നും ആയിപ്പോയില്ല. അതുകൊണ്ട് പോവാനേ തോന്നിയിട്ടില്ലായിരുന്നു. അല്ലെങ്കിൽ ഇത് കണ്ടപ്പോഴേ ഒരു അത്ര ഇത് പ്രോമിസിംഗ് ആയിട്ട് തോന്നിയില്ലേ എന്ന് തോന്നി. പക്ഷെ എനിക്ക് സീരിയസ്ലി അങ്ങനെ ഒരു ബോംബായിട്ടൊന്നും എനിക്ക് മീൻസ് പടത്തിന് മുന്നേ തോന്നിയില്ല. ഇത്ര ഇതാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതിന് പോകില്ലായിരുന്നു. നമുക്ക് വേറെ എന്തെങ്കിലും പോകാന്ന് ഞാൻ പറയുള്ളായിരുന്നു. കാര്യം ഈ ഇടയ്ക്ക് ഇറങ്ങി മമ്മൂട്ടിയുടെ പടങ്ങളെല്ലാം കിടിലുമായിരുന്നു. അപ്പൊ അതിനിടയിൽ അപ്പൊ അത് അക്സെപ്റ്റ് ചെയ്യുക, അല്ലാതെ അതിലൊന്ന് പറയരുത് ഇത് കിടിലമാണ് നിങ്ങളുടെ. പക്ഷെ വേറൊരു ടീം വന്നിട്ട് അങ്ങനെ ഒരു PR ഞാൻ ചോദിക്കട്ടെ, അത് സിനിമയ്ക്ക് നല്ലതാണ്. കാര്യം ഫ്രീക്വന്റ്ലി ഇങ്ങനെ ചിലപ്പം 1-2 ദിവസം കൊണ്ട് ആളിനെ കയറ്റാനായിരിക്കും ചെയ്യണം. ഇതൊരു ബിസിനസ് ആണല്ലോ, അവർക്ക് മുതൽ മുടക്ക് തിരിച്ചു കിട്ടണം. ബുക്ക് മൈ ഷോയിലെ റിവ്യൂ, IMDbയില് അതിലുള്ള റേറ്റിംഗ് ഒക്കെ ജെനുവിൻ ആണ്. എപ്പോഴും ജെനുവിൻ അല്ല, മിക്കപ്പോഴും ജെനുവിൻ അല്ല. ഇറങ്ങുന്നതല്ല എന്തേലും അവർ കുറച്ച് പേയ്മെന്റ് കൊടുത്തിട്ട് അവർ ചെയ്യിപ്പിക്കുന്നത് തന്നെയാണ്. ആ ബുക്ക് മൈ ഷോയിലെ റിവ്യൂ ഉണ്ടാ എല്ലാം ഏതാണ്ട് ഒരേ കണക്ക്. പക്ഷെ സ്റ്റാർ നോക്കിയിട്ട് കുറച്ച് സ്റ്റാർ ഉണ്ട്, പക്ഷെ എഴുത്തുണ്ട്. ഞാൻ എഴുത്ത് നോക്കാറില്ല, ഞാൻ മറ്റേത് നോക്കും, റേറ്റിംഗ് നോക്കും. ഞാൻ അതിലത് വായിക്കൂല. അല്ല, ഞാൻ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഫ്രീക്വന്റ്ലി ഇങ്ങനെ പടങ്ങൾക്ക് ഒരു പെയ്ഡ് സാധനം കൊടുക്കുകയാണ്. അതായത് ഇവര് എന്നെ PR ചെയ്ത് പറയാണ് ഇത് കിടിലാണെന്ന് പറഞ്ഞ് കുറച്ച് ആളുകളെങ്കിലും കയറൂലേ അത് കാണുമ്പോഴത്തേക്കും. അപ്പൊ അത് ഫ്യൂച്ചറിൽ പടത്തിന് നല്ലതാവും. നല്ല പടം വന്നാലും ചിലപ്പോൾ ആൾക്കാർ കയറാതാവൂലേ. ആണടാ, പക്ഷെ ഇപ്പൊ PR എന്ന് പറയുന്നതിന്റെ ഒരു വലിയ ഒരു സിനിമയാണ് എമ്പുരാൻ. ഇത്രയും കോടി കളക്ട് ചെയ്ത് ഇത്രയും വലിയൊരു ഇതൊരു മാർക്കറ്റിംഗ് എന്നുള്ളൊരു സാധനത്തിന്റെ ബേസിസിൽ മാത്രമാണ് ആ സിനിമ ഇത്രയും ഹിറ്റ് ആയെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ല, അതിന്റെ കണ്ടന്റ് ക്വാളിറ്റി ഇത് അനുസരിച്ചിട്ട് അല്ല, കണ്ടന്റ് ക്വാളിറ്റി അതിന്റെ മേക്കിംഗ് ഒക്കെ കിട്ടില്ല. എനിക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടു. മലയാളത്തിൽ ഇത്രയും വലിയൊരു സംഭവ വികാസമായത് അതിന്റെ വേറെ കുറെ ഇഷ്യൂസ് കാരണം അത് പ്രോപ്പറായിട്ട് അവർ PR ചെയ്തുകൊണ്ട് തന്നെയാണ്. ഇതേപോലെയാണ് ഇപ്പൊ സിനിമകളെല്ലാം ഇറങ്ങുന്നത്. പക്ഷെ ഇത് PR ചെയ്യാനും ഒരു സാധനം കണ്ടന്റ് വേണം. അതില് ആ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ലൂസിഫർ 2 എന്നുള്ള ഒരു സാധനം ഉണ്ട്. പിന്നെ കുറച്ച് മേക്കിങ്ങിൽ കുറെ സാധനങ്ങൾ കാണാൻ മാത്രം. എമ്പുരാനില് ഫസ്റ്റ് ഉണ്ടല്ലോ, നമുക്കൊരു മിക്സഡ് അഭിപ്രായങ്ങളൊക്കെ വന്നല്ലേ ഈ എന്ന് വെച്ചാൽ ലൂസിഫർ 2 പ്രതീക്ഷിച്ച് അങ്ങനെ നമ്മൾ ഒരുപാട് പ്രതീക്ഷകൾ തന്നിട്ട് നമ്മൾ ഫസ്റ്റ് പോയി കാണുമ്പം നിരാശ ഉണ്ടായിരുന്നു. ആ നിരാശ ചില പടങ്ങളാണെങ്കിൽ വീണു പോയേനെ, ഈ പടം വീണില്ല അല്ലേ. അത് അപ്പോഴേ വേറൊരു ഇഷ്യൂ വന്നു. അപ്പോഴാ നിരാശകളൊക്കെ കുറച്ച് കഴിയുമ്പോൾ മങ്ങി പോയി. പിന്നെ ഇത് കാണുന്ന ഒരു നെസസിറ്റി ആയി, അങ്ങനത്തെ രീതിയിൽ മാർക്കറ്റ് ചെയ്ത് ഇതിപ്പം എന്നുള്ള രീതിയിൽ ഒരാഴ്ചയും കൂടി സമയമുള്ളൂ എന്നും അങ്ങനെ അല്ല. സംഭവം എന്ന് വെച്ചാൽ കണ്ടില്ലെങ്കിൽ മിസ്സാവും എന്ന് വെച്ചാൽ എമ്പുരാൻ കാണേണ്ട എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും കാണേണ്ട ഒരു സാധനമാണ്. അങ്ങനെ ഒരു ഇതായി എന്ന് വെച്ചാൽ ആൾക്കാർ ചോദിക്കുമല്ലോ. ഇപ്പൊ നമ്മളടുത്ത് എമ്പുരാൻ കണ്ടില്ലെങ്കിൽ കൂട്ടുകാരോ വേറെ ആരെങ്കിലും നീ കണ്ടില്ലേ എമ്പുരാൻ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഈ ഫീൽ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറയുന്ന സംഭവമല്ല. ആ ഒരു ഇത് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്, ആ ഒരു സാധനം കൊണ്ടുവന്നത് അതൊരു സെക്കൻഡ് ഫേസിലായിരുന്നു. പക്ഷെ ഫസ്റ്റ് ഫേസിൽ അല്ലാതെ തന്നെ ആൾക്കാർ പോയി.
ഫസ്റ്റ് ഫേസിൽ അത്രയും പ്രൊമോഷൻ ചെയ്തില്ല ഒരു തുടക്കത്തില്. ആ ഒരു പ്രൊമോഷൻ അനുസരിച്ചുള്ള ഒരു പടമായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല. അല്ല അത് ഇപ്പൊ ആ സിനിമയിൽ തന്നെ റിക്യൂങ്ങിന്റെ സാധനമൊക്കെ നമ്മള് എനിക്ക് തോന്നുന്നു അത് ലാസ്റ്റ് ചുമ്മാ ഒന്ന് കാണിച്ചാലും മതിയായിരുന്നു. പക്ഷെ അവര് ആ പോസ്റ്റർ ഒക്കെ ഇട്ട് അമീർ ഖാനാണോ ഒരു ഹൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു ചർച്ച ഉണ്ടാക്കി. പിന്നെ മമ്മൂട്ടി ഉണ്ടോ? ഫാൾസ് പ്രൊമോഷൻ ചെയ്തിട്ടില്ല, പക്ഷെ ഒരു ചർച്ച ഉണ്ടാക്കി. അവരൊന്നും പറയില്ല, പക്ഷെ ആൾക്കാരെ കൊണ്ട് അത് സ്വയം മാർക്കറ്റ് ഉണ്ടാക്കി. അങ്ങേര് ഒരു മാർക്കറ്റിംഗ് ജീനിയസ് ആണ് ആരിഫ്, നമ്മളുടെ പൃഥ്വിരാജ്. സമ്മതിച്ചു തരണം കേട്ടോ. പക്ഷെ എനിക്ക് മേക്കിംഗ് ഒക്കെ ഭയങ്കര ലെവലായിട്ട് തോന്നിയോ മലയാളത്തിൽ. ഇങ്ങനെ ചില സീനുകളൊക്കെ ഉണ്ടായിരുന്നു സത്യം. ഒരു ചില സീനുകളൊക്കെ ഞാൻ കണ്ടു ആലോചിച്ചത് മലയാളത്തിൽ ഇങ്ങനെയൊക്കെ വരുമോ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ മോഹൻലാലിന് കുറച്ച് ഇത് കുറഞ്ഞ പോലെ എനിക്ക് തോന്നി. എനിക്ക് ഭയങ്കര കമേഴ്ഷ്യൽ സിനിമ നല്ല സിനിമയാണ്, പക്ഷെ ഈ ലൂസിഫർ 2 എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അതിനോട് ചിലപ്പോൾ നീതി പുലർത്തിയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ അത് ഇത് എല്ലാം കൂടെ മിക്സ് ആയി പോയി. ഇപ്പൊ നമ്മള് പറഞ്ഞുകൊണ്ട് വന്നത് PR സ്റ്റണ്ട് സിനിമയ്ക്ക് നല്ലതാണോ? നല്ലതാണ്. പക്ഷെ ആ PR സ്റ്റണ്ട് നല്ലതാണോ നല്ലതല്ലേന്ന് അറിയണം. പക്ഷെ അതെന്തായാലും ഇന്നവിറ്റബിൾ ആണ്, അതെന്തായാലും ഉണ്ടാവും. പിന്നെ അത് മാത്രം കൊണ്ട് ഒരു മലയാളികളെ പറ്റിക്കാൻ പറ്റുമെന്ന് പടത്തിനെ വിജയിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പറ്റുമായിരിക്കും, അവർക്ക് ഈ അവരുടെ ഈ നഷ്ടം കുറയ്ക്കാൻ പറ്റും. അതല്ലടാ, ഒരു വളരെ മോശം ആയിട്ടുള്ള സിനിമയൊന്നും എനിക്ക് തോന്നണത് ഇവര് ഇത് ഒരു സ്ട്രാറ്റജി പോലെയാണ്, ഒരു തിരിച്ചടി. മറ്റേ അതായത് ഇപ്പം റിവ്യൂ ഇടുമല്ലോ, ഫോർ എക്സാമ്പിൾ അശ്വിൻ കോക്ക് റിവ്യൂ ഇടും. അപ്പൊ അതിന്റെ താഴെ ചെന്നിട്ട് ഇങ്ങനെ മാസമായിട്ട് ഒരു ഇത് കാണിക്കുമ്പോഴത്തേക്കും ഒരു സംഭവം ഉണ്ട്, ഒരു സൈക്കോളജി ഉണ്ട്. ആൾക്കാർ മെജോറിറ്റി ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ആൾക്കാർ മാറി ചിന്തിക്കും ചിലപ്പോഴൊക്കെ അല്ലേ, ഒരു തോന്നുന്നു എങ്ങനെ അങ്ങനെയാണല്ലോ എന്നൊക്കെ വിചാരിക്കും. ചിലപ്പം അതിനും കൂടി ആയിരിക്കും, ആ ഒരു സാധനം റെക്ടിഫൈ ചെയ്യാനും കൂടി ആയിരിക്കാം ഇങ്ങനെ ഒരു. അല്ല അത് ഫസ്റ്റ് കഴിഞ്ഞപ്പോ കുറച്ച് മിക്സഡ് റിവ്യൂ, പ്രത്യേകിച്ച് കമന്റ്സ് നോക്കുമ്പോ ഇപ്പം എന്നെ സംബന്ധിച്ചിട്ട് ഒരു വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ഞാൻ കമന്റ്സ് ആണ് നോക്കാറുള്ളത്. അത് വീഡിയോയിൽ പറയുന്ന സാധനം ജെന്യൂൻ ആണോ അങ്ങനെ കമന്റ്സ് നോക്കുമ്പോ നമുക്കൊരു ഐഡിയ കിട്ടും. പക്ഷെ ഈ കമന്റ്സിൽ വരുമെന്ന് ഇങ്ങനെ ഇടുമ്പോഴത്തേക്കും ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യും. അങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അതാണ് അവര് ചെയ്യണേന്ന് തോന്നുന്നത്. അതായിരിക്കും അത് ഇപ്പം വീഡിയോയും കാണുക കമന്റും വായിച്ചു നോക്കുക എന്നല്ലാതെ അങ്ങനെ ശ്രദ്ധിക്കണവരാണെങ്കിൽ ഇത് കമന്റ് ഇടുമ്പോ ഈ ആ ലൈക്ക് ടോപ്പ് കമന്റും കൂടെ ആക്കാൻ ശ്രദ്ധിക്കണം അല്ലേ PR ഏജൻസികൾ. അതൊരു ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ഇങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെ അടിയിലാണ് പോയി കിടക്കണം. ടോപ്പില് ചിലപ്പം ജെന്യൂൻ കമന്റ് ആയിരിക്കും. PR കമന്റ്സ് കാണുമ്പോ മനസ്സിലാവും ഈ പറഞ്ഞ നല്ല രീതിയിൽ ഭയങ്കരമായിട്ട് അവര് അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. അത് കുറച്ച് മുഴച്ചു നിൽക്കും. നിങ്ങൾ കുറച്ചെന്തെങ്കിലും ഒക്കെ ഒരു ജെന്യൂനിറ്റി അതിന് കൊണ്ടുവരണം, അല്ലെങ്കിൽ നിങ്ങൾ PR ടീമിനെ മാറ്റുക. ജെന്യൂൻ PR വന്നാലും ആര് PR വന്നാല് എന്തായാലും സ്വന്തം അഭിപ്രായമല്ലല്ലോ, അല്ലല്ല അത് അടിച്ചേൽപ്പിക്കുന്ന ഒരു അഭിപ്രായമാണ്. അതെന്തായാലും അത് ഇങ്ങനെ തെളിഞ്ഞ് തന്നെ കിടക്കും, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എന്തായാലും ഇതായിരുന്നു നമ്മുടെ വിഷു പടങ്ങളുടെ ഒരു റിവ്യൂ. ഇനി നമ്മൾ അടുത്ത ആഴ്ച തുടരുമായി വീണ്ടും തുടരും. ഞാൻ അജിത്തിന്റെ പടം കൂടെ കണ്ട്, അതും രസം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫാൻ ബോയ് പടം ആയിട്ട് തോന്നി. അത് പോയി കണ്ടു നോക്കാം, ദിവസം പോയി കാണാം. അടുത്ത നമ്മൾ കാത്തിരിക്കുന്ന സിനിമയാണ് തുടരും. തുടരത്തിന്റെ ട്രെയിലർ ഒക്കെ കണ്ടിട്ട് ട്രെയിലർ മാത്രമല്ല അതിന്റെ ഡയറക്ടർ അതിന്റെയും കൂടെ ഒരു ഇതുണ്ട് നമുക്ക്. ഒരു പുതിയ, പിന്നെ മോഹൻലാൽ ഒരു പുതിയ ഒരു അങ്ങനെ അത്ര പുതിയ ഡയറക്ടറിനൊന്നും അങ്ങനെ ഡേറ്റ് കിട്ടാനൊക്കെ ഭയങ്കര പാടല്ലേ. എത്തിപ്പെടാൻ പാടും റിസ്കി ഫാക്ടറാണ്. ഒരു ഭയങ്കര റിസ്ക് ആണ് ലാലേട്ടൻ എന്ന് പറഞ്ഞ ഒരു, അതെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിനെ മോഹൻലാലായിട്ട് തന്നെ പ്രസന്റ് ചെയ്ത് അങ്ങനത്തെ രീതിയിൽ കൊണ്ടുപോയാണ് സാധാരണ, അങ്ങനെയാണ് കൊണ്ടുപോയി. ചിലവർക്ക് അതൊക്കെ അറിയാം, വർക്ക് ആവോളൂ. ചിലവർക്ക് നമ്മള് പറയും പുതിയ ഡയറക്ടേഴ്സിനെ വെച്ച് ചെയ്യിക്കണം, ഇത് ചെയ്യിക്കണം, ഹാൻഡിൽ ചെയ്യാൻ പ്രശ്നമല്ല. ഞാൻ പറഞ്ഞത് മൊത്തത്തില് പുള്ളിക്കാരന്റെ ഒരു സ്റ്റൈൽ വെച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് ഒരാൾക്ക് ഡയറക്റ്റ് ചെയ്ത് അത് ഫലിപ്പിക്കാൻ പാടാണ്. നമ്മള് വിചാരിക്കുന്ന പോലെ അങ്ങ് വരൂല. ഒരു പുതിയ ഡയറക്ടർ എനിക്ക് മിക്ക ചില സിനിമകളൊക്കെ ഫെയിലും ആയിട്ടുണ്ട്. പുതിയ ഡയറക്ടേഴ്സിനെ ചെയ്ത പടങ്ങൾ നമ്മൾ എക്സ്പെക്ടേഷൻസ് ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ ഇതെന്തായാലും നന്നായിട്ട് വരുമെന്നാണ് നമുക്ക് പ്രതീക്ഷയുള്ള ഒരു പ്രോമിസിംഗ് പടമാണ്. അല്ല, പുതിയ ഡയറക്ടറും കൂടെ ആകുമ്പോൾ നമ്മൾ അവരെന്താണ് ലാലേട്ടനെ വെച്ച് ചെയ്യിപ്പിക്കണേ നമുക്കൊരു കാണാൻ ഒരു എന്താണ് ഡിഫറെന്റ് ആയിട്ട് ചെയ്യിക്കണേ എന്നുള്ളത് തോന്നും. അപ്പൊ നമുക്ക് മൊത്തത്തിൽ ഒരു പ്രോമിസിംഗ് പടമായിട്ടാണ് തോന്നുന്നത്. തുടരും. പിന്നെ ശോഭനയും ഉണ്ട് അതില്, പുള്ളിക്കാരിയും ഉണ്ട്. അപ്പം എന്തായാലും നെക്സ്റ്റ് എപ്പിസോഡ് നമ്മൾ
തുടരുവിന്റെ റിവ്യൂ ആയിട്ട് വരാം. എപ്പിസോഡല്ല ഇനി ആ നെക്സ്റ്റ് അല്ല, അടുത്ത സിനിമയുടെ റിവ്യൂ തുടരുവിന്റെ ആയിരിക്കും. അതിന് മുന്നേ വേറെ പല എക്സൈറ്റിംഗ് സാധനങ്ങളും വരും. Yes. കാത്തിരിക്കുക. Stay tuned. അപ്പോൾ അത് അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ളത് വെച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം കമന്റ് വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട സിനിമ അതെല്ലാം നിങ്ങൾ കമന്റിൽ അറിയിക്കുക. അപ്പോൾ പുതിയൊരു എപ്പിസോഡായിട്ട് കാണുമ്പോഴേക്കും ബൈ.